ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ബനാന ബോൾസ്. ഇതേ കണ്ടില്ലേ, ഇതേപോലെ വളരെ സോഫ്റ്റായ ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി റിങ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഏത് പഴമായാലും കുഴപ്പമില്ല. നേന്ത്രപ്പഴമോ ചെറുപഴമോ ഏത് പഴം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ ഈ 2 പഴം ഇവിടെ ഉടച്ചെടുക്കുകയാണ്. ഒരു ഫോർക്ക് വെച്ചിട്ടോ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഉടച്ചെടുക്കാം. ചെറിയ ചെറിയ പീസ് കഷ്ണങ്ങൾ ഇതിലിപ്പോൾ ഉണ്ടായാലും കുഴപ്പമില്ല. അത്ര ഫൈനായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഇതേപോലത്തെ രീതിയിൽ നമുക്കിത് ഉടച്ചെടുത്താൽ മതി. ഇതിൽ ചെറിയ ചെറിയ പഴത്തിന് ചെറിയ പീസുകളുണ്ട്, അങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നമ്മുടെ നാട്ടിലാകുമ്പോൾ നമ്മൾ ചെറിയ നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക ചതച്ചതോ അല്ലെങ്കിൽ പൊടിയോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നാളികേരം ചെറിയത് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നാളികേരത്തിൻ്റെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയതാണ്. ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലോണം തിക്കായിട്ടുള്ള സിറപ്പാണ്. ഞാൻ ഏകദേശം 3/4 ഗ്ലാസോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് തിരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഇവിടെ ഓൾറെഡി ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കി ഇങ്ങനെ വെക്കും. അത് നമ്മുടെ ആവശ്യം നേരത്തെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല തിക്കായിട്ടുള്ള സിറപ്പാണ്. അതാണ് ഞാൻ 3/4 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗർ പൊടിച്ചതുണ്ടെങ്കിൽ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഗോതമ്പ് ആയ കാരണം ആ പൊടിയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അല്പം ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ ഗോതമ്പായ കാരണം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബനാന ബോൾസിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വാട്ടറി അല്ല, എന്നാൽ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് ഓയിൽ ഓൾറെഡി ചൂടാക്കിയിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പില്ലേ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലെടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയില്ലേ, ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ട് അങ്ങനെയായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ സാധാരണ ഇപ്പോൾ വീട്ടിലുള്ളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണത്. ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് അത് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലോണം വെന്തും പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലൊരു ടിഷ്യൂലേക്ക് മാറ്റുകയാണ്. ഞാൻ വീണ്ടും പറയാം, പ്ലീസ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന സെലക്റ്റും ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പഴവും ഗോതമ്പ് പൊടിയൊക്കെ ആയ കാരണം നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. സോഫ്റ്റാണ്. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ബാച്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയപ്പോൾ മധുരവും ഉപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ നാളികേരത്തിൻ്റെയും ഏലക്കായുടെ ഒക്കെ ടേസ്റ്റും നല്ലോണം വന്നിട്ടുണ്ട്.
അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം അത് പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലല്ല വന്നിരിക്കുന്നത്. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് മുഗളായി പറാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ വീറ്റ് ദോശ, ചീര കൊണ്ട് പൂരിയും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റെസിപ്പീസും നിങ്ങൾ കാണാൻ മറക്കരുത്. ഇവിടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോൾസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.